അല്ല, അദ്ദേഹത്തിന്റെ നിലപാടിനോട് വലിയ രീതിയിൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. കാരണം അദ്ദേഹം ഒരു സർക്കാരിന്റെ ഔദ്യോഗിക ഭാരവാഹിയൊന്നും അല്ലാതിരുന്നിട്ട് കൂടിയും ഇങ്ങനൊരു ആരോപണം, എനിക്ക് തോന്നുന്നത് ഈ ആരോപണം ഇതിനു മുൻപും വന്നിട്ടുള്ളതാണ്. ഇതേ ആരോപണം ഇതിനു മുൻപും ഇതേ കുട്ടി ഉന്നയിച്ചിട്ടുള്ളതെന്ന് അതെ എന്റെ അതെ ഓർമ്മയിലുണ്ടെന്ന് തോന്നുന്നു. അതെ, അപ്പൊ അതായത് ഒരിക്കൽ കേട്ട ഒരു ആരോപണമായിരുന്നിട്ട് കൂടിയും വീണ്ടും ഈ ഒരു ആരോപണം ഇത്തരം സാഹചര്യത്തിൽ ഉയർന്നു വന്ന സമയത്ത് താൻ ഒരു സ്ഥാനത്തിരിക്കുന്നുണ്ടെന്നും ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നതാണ് അതിന്റെ ശരിയെന്ന് തോന്നി അദ്ദേഹം മാറി നിന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ്. അതേസമയം ഇപ്പുറത്ത് നമ്മൾ നോക്കുമ്പോൾ ഗവൺമെന്റിന്റെ ഒരു ഭാഗമായിരിക്കുന്ന സംവിധായകൻ രഞ്ജിത്ത് അതിന് തയ്യാറായില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് അതിനു വേണ്ടിയിട്ട് പുഷ് ചെയ്തില്ല എന്നൊക്കെ പറയുന്നത് ദൗർഭാഗ്യകരമായ മറ്റൊരു കാരണമാണ്. പിന്നെ അതിലുപരി ഇത് ആത്യന്തികമായിട്ട് സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കണം, സ്ത്രീ സമൂഹത്തിന് വേണ്ടിയിട്ട് വാദിക്കണം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഈ സംരക്ഷണവും ഈ നിയമവും ഒക്കെ ഒരു ഒരു വലിയ വരുന്ന ഒരു പുരുഷന് എതിരെ